ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നോറ ടൈം. സോ ഇന്നത്തെ വീഡിയോ വാട്ടായി 18 ഡേ ആണ്. കുറേ കാലമായി ഇത് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇന്നാണ് ടൈം കിട്ടിയത്. സോ ഇന്നലെ നൈറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ച ആൽമണ്ട് ആൻഡ് വാൾനട്ട് ഉണ്ടായിരുന്നു. ആ സോഫ്റ്റ് ആൽമണ്ട് ആൻഡ് വാൾനട്ടിൻ്റെ വെള്ളം കുടിച്ചിട്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ തുടങ്ങിയത്. ആൻഡ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള വെജീസ് ഉത്തപ്പമാണ്. വെജീസ് എന്ന് എടുത്ത് പറയാനുള്ള കാര്യം, വെറും ഉത്തപ്പം തന്നാൽ ഞാൻ കഴിക്കില്ല. ഇതിൽ വെച്ചിട്ട് ഉത്തപ്പം തന്നാൽ മാത്രമേ ഞാൻ കഴിക്കൂ. സോ ഈ ഉത്തപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്നറിയോ? കുറച്ച് റവയും അരിപ്പൊടിയും അതിലൊക്കെ കട്ട തൈരും ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് വെക്കും. പിന്നെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയ വെജിറ്റബിൾസ് മാത്രമേ ഞാൻ ഇതിനെ യൂസ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് നിങ്ങൾ ഇല്ലാത്ത സാധനങ്ങളൊക്കെ മേടിച്ച് കുറച്ച് പൈസ കളഞ്ഞിട്ടൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട കാര്യമല്ല. പിന്നെ ഈ വീഡിയോയിലെ തുടക്കത്തിലേ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. എൻ്റെ കയ്യിൽ അവൈലബിൾ ആയ സാധനങ്ങൾ മാത്രം, അല്ലെങ്കിൽ ഞാൻ ഡെയിലി കഴിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഈ വീഡിയോക്ക് വേണ്ടി സ്പെഷ്യൽ സാധനങ്ങളൊന്നും ഞാൻ മേടിച്ച് കഴിച്ചിട്ടില്ല. ആൻഡ് ഇന്നത്തെ ഇത് കുറച്ച് ഹെവി ആയ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നൊരു ഡൗട്ടുണ്ട്. 3 ഉത്തപ്പം കിട്ടിയേ നമുക്ക്. ആൻഡ് ഗായ്സ്, എൻ്റെ ഫ്രണ്ട് ഇന്നലെ എനിക്കൊരു പേരക്ക കൊണ്ടു തന്നു. പിന്നെ ലഞ്ചിനുള്ള സാധനം വരാൻ കുറേ ടൈം എടുക്കും എന്ന് പറഞ്ഞിട്ട് ആ സമയം വരെ വിശപ്പ് അടക്കി പിടിക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേനും ഈ പേരക്ക കഴിച്ചു ഞാൻ എൻ്റെ വിശപ്പ് അങ്ങ് അടക്കി ഗൈസ്. പിന്നെ ഒരു 1.5-2 മണിക്കൂറിന് ശേഷം 2:15 ആയപ്പോഴാണ് നമ്മുടെ ലഞ്ചിനുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടിയത്. സോ ഇന്നത്തെ ലഞ്ച് എന്താണെന്നറിയോ? നമ്മുടെ ഫ്രൈഡ് റൈസ് ആണ്. ഞാൻ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസും നിങ്ങൾ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസും വളരെ വ്യത്യാസം ഉണ്ടാവും. എന്നോട് ക്ഷമിക്കുക, ബിക്കോസ് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയും. എൻ്റെ കയ്യിൽ അവൈലബിൾ ആയ എല്ലാ വെജിറ്റബിൾസും ഞാൻ ഈ ഫുഡിലോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ബിക്കോസ് എൻ്റെ കയ്യിൽ റൈസിൻ്റെ ക്വാണ്ടിറ്റി കുറവാണ്. അപ്പോൾ വെജിറ്റബിൾസിൻ്റെ കൗണ്ട് കൂട്ടിയാൽ മാത്രമാണ് എൻ്റെ വയറ് നിറയുള്ളൂ. എൻ്റെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഈ ഫ്രൈഡ് റൈസ് കിട്ടുള്ളൂ. ആൻഡ് ഗായ്സ്, ഇതിന് മുൻപ് ഒന്നും അറിയാത്തൊരു കൊച്ചായിരുന്നു ഞാൻ. ആൻഡ് എങ്ങനെയാണ് ഞാൻ കുക്കിംഗ് പഠിച്ചതെന്ന് അറിയാം. അത് നമ്മൾ വീട്ടിൽ നിന്ന് മാറിക്കാട്ട് കുറച്ച് പട്ടിണിയൊക്കെ എടുക്കുക, അല്ലെങ്കിൽ ഹോട്ടലിലത്തെ ചീന ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ താനേ പഠിക്കും എങ്ങനെയാണ് കുക്ക് ചെയ്യാന്ന്. ആൻഡ് ഗായ്സ്, എല്ലാ പ്രാവശ്യവും ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് യൂസ് ചെയ്യാറ്. പക്ഷെ ഇന്ന് എനിക്കത് കിട്ടിയില്ല. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന, അതായത് നമ്മൾ ഗാർലിക് വെളുത്തുള്ളിയില്ലേ, അത് അരിഞ്ഞിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ വെജിറ്റബിൾസും നമ്മൾ അതിലോട്ടിട്ട് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് എൻ്റെ കയ്യിൽ എല്ലാ സോസസ് അവൈലബിൾ ആണ്. സോയ സോസ്, റെഡ് ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസ്, അതുപോലെ കുറച്ച് വിനെഗറും ടൊമാറ്റോ സോസും ഒക്കെ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച റൈസും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ നമ്മളുടെ അടിപൊളി ഫ്രൈഡ് റൈസ് റെഡി. സോ എനിക്ക് ഫ്രൈഡ് റൈസ് ഒറ്റയ്ക്ക് കഴിക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചിപ്സും കൂടി, അതായത് ലേസിൻ്റെ വേറൊരു ഫ്ലേവറാണ് ഇവിടെ അവൈലബിൾ ആണ്, നാട്ടിൽ അവൈലബിൾ ആണെന്ന് എനിക്കറിയില്ല. ആൻഡ് ഗൈസ്, കുറേ കാലത്തിന് ശേഷം ഞാൻ റിലാക്സ് ചെയ്ത്, അതായത് ചില്ലായിട്ട് ഇരുന്നിട്ട് നല്ല ടേസ്റ്റി ആയ ഫുഡ് കഴിച്ചത് ഇന്നാണ്. നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് കോംബോയാണ് ഫ്രൈഡ് റൈസും ചിപ്സും എന്ന്. ബിക്കോസ് എൻ്റെ കയ്യിൽ കറിയൊന്നും ഇല്ല, അത് ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾസും ഇല്ല, ആൻഡ് ടൈമും ഇല്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. സോ ഈ ചിപ്സ് കഴിച്ചിട്ടാണ്, ചിപ്സും ഫ്രൈഡ് റൈസും കൂടി മിക്സ് ചെയ്ത് കഴിച്ചപ്പോഴാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച് അടിപൊളിയായത്. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്കൊരു ചായ കുടിക്കുന്ന ശീലമോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഞാനൊരു ചായ ലവറൊന്നുമല്ല. സോ ലഞ്ച് വൈകിയ പോലെ ഡിന്നർ വൈകണ്ടെന്ന് ഞാൻ തീരുമാനിച്ചുകൊണ്ട് 6 മണിയായപ്പോൾ ഞാൻ ക്രീമി മസാല മഷ്റൂം ഉണ്ടാക്കാൻ റെഡിയായി. ആൻഡ് നിങ്ങൾ വിചാരിക്കും ഈ കുട്ടി എന്താ ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കണേന്ന്. ഗൈസ്, ഞാനുള്ളത് ബാംഗ്ലൂരാണ്, കർണാടകയിലാണ്. സോ ഇവിടെ എന്ത് അവൈലബിൾ ആയോ അത് വെച്ചുള്ള ഫുഡേ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. മഷ്റൂം ഒന്നും തൊടാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഇവിടെ വന്നിട്ട് മഷ്റൂം ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും സത്യം പറയാലോ ഭയങ്കര ടേസ്റ്റിയാണ് ഈ മഷ്റൂം മസാല എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് അത് ക്രീമി മസാലയാണെങ്കിൽ പറയണ്ട. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് മസ്റ്റാർഡ് ഓയിലാട്ടോ. അതാകുമ്പോൾ നമുക്കിങ്ങനെ കടുക് പൊട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ജീരകം, അതുപോലെ ബേ ലീവ്സ്, ഗ്രീൻ ചില്ലി, ടൊമാറ്റോ, ഒണിയൻ, പിന്നെ കാഷ്യൂ പ്യൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അതും കൂടി മിക്സ് ചെയ്ത് വെക്കുക. നല്ല പോലെ ഇത് ബോയിൽ ചെയ്ത് വരുമ്പോഴത്തേനും നമ്മൾ അതിലോട്ട് ആവശ്യത്തിനുള്ള മസാല ഒക്കെ ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടികൾ എന്തൊക്കെ ചേർത്തേന്ന് ഞാൻ സൈഡിൽ കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് മഷ്റൂം ആഡ് ചെയ്യാം. ആൻഡ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗ്രീൻ പീസ് ഇല്ലേ, ഈ ഗ്രീൻ പീസിൻ്റെ എന്താ യൂസ് ചെയ്യുന്നതെന്ന് അറിയാം, ഫ്രോസൺ ഗ്രീൻ പീസാണ്. കാരണം ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ച് ഇനി നാളെ അത് ഉണ്ടാക്കുകയോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ലല്ലോ, നമ്മൾ വീട്ടിലല്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ഫ്രിഡ്ജും ഇല്ലാത്തതുകൊണ്ട് ഫ്രോസൺ ഗ്രീൻ പീസ് ആട്ടോ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ പറഞ്ഞില്ലേ എൻ്റെ കയ്യിൽ റൈസിൻ്റെ ക്വാണ്ടിറ്റി കുറവാണ്. യെസ്, അത് രാത്രിക്കൊക്കെ ഉച്ചക്കും കൂടി മാറ്റി വെച്ചതുകൊണ്ടാട്ടോ. അപ്പോൾ ആ റൈസും ക്രീമി മഷ്റൂം മസാലയും കൂടി കഴിച്ചപ്പോൾ എൻ്റെ ഫുഡ് കഴിഞ്ഞു. ഞാൻ നല്ല ഫുഡിയാണ് എന്ന് വെച്ച് കുറേ ഫുഡ് കഴിക്കില്ല, ഉള്ളത് നല്ല ക്വാണ്ടിറ്റി കഴിക്കുന്ന ഒരാളാണ്. സോ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.